നമുക്ക് ആ പൂള് കാണാൻ പറ്റുന്നില്ല. ഇനി കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് നോക്കാം. ഉണ്ടോ വെള്ളം ഉണ്ടോ? ഈ റൂട്ടാട്ടോ വന്നേ. ഈ റൂട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് ഫുള്ള് ചുറ്റിനും മലകളാണ്. പൂളെന്ന് പറഞ്ഞാൽ അവിടെയാണ് പൂള് തന്നെ. ഇവിടെ നോക്കി വഴി ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതിലെ വരുന്നുള്ളവർ എന്തായാലും തെന്നി പോവാതെ സൂക്ഷിച്ചാണ് ഇതിൽ ഇറങ്ങി വരാനായിട്ട്. ഇതുണ്ട് ഇവിടെ നോക്കി പാറയിൽ കൂടെ ഇങ്ങനെ എന്താണ് വഴി. ആ ചെറിയ വഴി കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇവിടെ പോയി. ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് വലിയ പാറയാണ്. ആ പാറ പൊട്ടിയാണ് ഇങ്ങനെ ഒരു പൂളിൻ്റെ രീതിയിൽ അത് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാറ കുഴിയായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേയും കൂടെ വെള്ളമുള്ള ടൈമാണെങ്കിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യൂവും കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ. കാണുന്ന ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് പോകണം കേട്ടോ. അവിടെയാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് സ്പോട്ട്. ഈ വെള്ളം ഒഴുകി പോയി വെള്ളം ചാടി ആ പാറ ഒരു വലിയൊരു ഹോളായിട്ടുണ്ട് കേട്ടോ. ആ ഹോളിക്കൂടെയാണ് ഇപ്പോൾ വെള്ളം അപ്പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വെള്ളം കുറവുള്ളതുകൊണ്ടാണ് ഹോളിക്കൂടെ പോകുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് തന്നെ പോകും. ആ ഹോളിൻ്റെ അടി ഫുള്ള് ഓപ്പൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം താഴത്തേക്ക് പോകുന്നത് കേട്ടോ. താഴത്തെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന കുളം പോലത്തെ അതുണ്ടല്ലോ, അതാണ് കറക്റ്റ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞ ആ സ്പോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വെള്ളം ഉള്ളപ്പോൾ ഒക്കെ വന്ന് ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു ഏരിയ ആണ്.